നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നിലവിലുള്ള ടോൾ സമ്പ്രദായം അവസാനിപ്പിച്ച് രാജ്യത്ത് ഉപഗ്രഹ അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം കേന്ദ്രം ഏർപ്പെടുത്താൻ പോവുകയാണെന്ന് അടുത്തിടെയായാണ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയത്. ഇപ്പോഴിതാ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം വികസിപ്പിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും നൂതന കമ്പനികളിൽ നിന്ന് ആഗോള താൽപര്യപത്രം ക്ഷണിച്ചിരിക്കുകയാണ് ദേശീയപാത അതോറിറ്റി. ലോകത്ത് ആദ്യമായാണ് ഇത്തരമൊരു സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നതെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. നാഷണൽ ഹൈവേ ഉപയോക്താക്കൾക്ക് തടസ്സമില്ലാതെ ടോളിംഗ് അനുഭവം നൽകുന്നതിനും ടോൾ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിപ്പിക്കുന്നതിനുമാണ് പുതിയ സംവിധാനം നടപ്പിലാക്കുന്നത്. നിലവിലുള്ള ഫാസ്ടാഗ് ഇക്കോസിസ്റ്റത്തിൽ GNSS അധിഷ്ഠിത ETC സിസ്റ്റം സമന്വയിപ്പിക്കുന്നതാണ് ദേശീയപാത അതോറിറ്റിയുടെ പദ്ധതി. തുടക്കത്തിൽ ഒരേ സമയം പ്രവർത്തിക്കുന്ന ഒരു ഹൈബ്രിഡ് മോഡൽ ഉപയോഗിക്കും. ഫാസ്ടാഗിനൊപ്പം പുതിയ GNSS സംവിധാനവും ടോൾ പ്ലാസകളിൽ ലഭ്യമാകും. ഭാവിയിൽ ടോൾ പ്ലാസകളിലെ എല്ലാ പാതകളും GNSS പാതകളാക്കി മാറ്റും. ഇത് ഇന്ത്യൻ ഹൈവേകളിലെ ടോൾ പിരിവിന്റെ കാര്യക്ഷമതയും സ്വകാര്യവും വർദ്ധിപ്പിക്കും. ടോൾ സ്വയമേ ശേഖരിക്കുന്ന ഫാസ്ടാഗുകളിലാണ് നിലവിലെ സിസ്റ്റം പ്രവർത്തിക്കുന്നത്. എന്നാൽ GNSS അടിസ്ഥാനമാക്കിയുള്ള ടോളിംഗ് സിസ്റ്റത്തിൽ വെർച്വൽ ടോളുകൾ ഉണ്ടായിരിക്കും. ഇതിനായി വെർച്വൽ ഗാൻട്രികൾ സ്ഥാപിക്കും. അത് GNSS പ്രവർത്തനക്ഷമമാക്കിയ വാഹനങ്ങളുമായി ബന്ധിപ്പിക്കുകയും ടോൾ ടാക്സ് കുറയ്ക്കുകയും ചെയ്യും. GPS അടിസ്ഥാനത്തിലുള്ള ടോൾ ശേഖരണ സംവിധാനം കാറുകളിൽ ഉപഗ്രഹങ്ങളും ട്രാക്കിംഗ് സംവിധാനവും ഉപയോഗിച്ച് സഞ്ചരിച്ച ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നു. ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ടോൾ ഈടാക്കുന്നു. ഇത് ടോൾ പ്ലാസകളുടെ ആവശ്യം ഒഴിവാക്കുകയും യാത്രക്കാരുടെ സമയം ലാഭിക്കുകയും ചെയ്യുന്നു. ഈ വെർച്വൽ ടോളുകളിലൂടെ ഒരു കാർ കടന്നു പോകുമ്പോൾ ഉപയോക്താവിന്റെ അക്കൗണ്ടിൽ നിന്ന് പണം കുറയ്ക്കും. ഇന്ത്യക്ക് സ്വന്തമായി നാവിഗേഷൻ സംവിധാനങ്ങളുണ്ട്. ഗഗൻ, നാവിക് എന്നിവയാണവ. അവരുടെ സഹായത്തോടെ വാഹനങ്ങൾ ട്രാക്ക് ചെയ്യുന്നതും എളുപ്പമാക്കും. കൂടാതെ ഉപയോക്താക്കളുടെ ഡാറ്റയും സുരക്ഷിതമായി തുടരും. എന്നിരുന്നാലും ഇതിനു ശേഷവും ചില വെല്ലുവിളികൾ ഉണ്ടാകും. ജർമ്മനിയിലും റഷ്യയിലും മറ്റ് പല രാജ്യങ്ങളിലും ഈ സേവനം ഇതിനോടകം ലഭ്യമാണ്. ടോൾ പ്ലാസകളിൽ എടുക്കുന്ന സമയം കുറയ്ക്കുന്നതിനാണ് ഫാസ്ടാഗ് ആരംഭിച്ചത്. ഈ സംവിധാനം ഉടൻ ഒഴിവാക്കി ഉപഗ്രഹാധിഷ്ഠിതമായി പുതിയ സേവനം കൊണ്ടുവരുമെന്നാണ് ഗഡ്കരി വ്യക്തമാക്കുന്നത്. ഫാസ്ടാഗിനേക്കാൾ വേഗതയുള്ളതായിരിക്കും ഈ സേവനം എന്നാണ് നിതിൻ ഗഡ്കരി അവകാശപ്പെടുന്നത്. ആളുകളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം കുറയ്ക്കുമെന്നും അവർ സഞ്ചരിക്കുന്ന ദൂരത്തിന് അനുസൃതമായി തുക ഈടാക്കുമെന്നും ഗഡ്കരി നേരത്തെ വാർത്താ ഏജൻസിയായ ANI യോട് പറഞ്ഞിരുന്നു.